പത്തനംതിട്ട ചിറ്റാർ വില്ലൂന്നിപ്പാറയിൽ കിണറ്റിൽ വീണ കടുവയെ പുറത്തെത്തിച്ചു. 12 മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിൽ വലയിലാക്കിയ കടുവയെ മയക്കുവെടി വെച്ചാണ് വനംവകുപ്പിന്റെ വാഹനത്തിൽ കയറ്റിയത്. ചിറ്റാർ വനംവകുപ്പ് ഓഫീസിലേക്ക് കൊണ്ടുപോയ കടുവയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം എവിടേക്ക് മാറ്റണമെന്ന് തീരുമാനമെടുക്കും. കടുവയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് റാന്നി DFO N രാജേഷ് വ്യക്തമാക്കി. പുലർച്ചെ 5 മണിയോടെ കിണറ്റിലെന്തോ വീഴുന്ന ശബ്ദം കേട്ട് വീട്ടുടമ നോക്കി. ആദ്യം മനസ്സിലായില്ലെങ്കിലും നേരം വെളുത്തതോടെ വീണ്ടും നോക്കിയപ്പോഴാണ് കടുവയെ കണ്ടത്. ഉടൻ നാട്ടുകാർ വിവരമറിയിച്ചു. 8 മണിയോടെ വനംവകുപ്പ് സംഘം സ്ഥലത്തെത്തി. പിന്നീട് മണിക്കൂറുകൾ നീണ്ട രക്ഷാദൗത്യം. ഒടുവിൽ 4 മണിയോടെ വനംവകുപ്പിന്റെ വലയ്ക്കുള്ളിൽ കടുവ കുടുങ്ങി. മയക്കുവെടി വെച്ച് കടുവയെ പുറത്തെത്തിച്ച് വാഹനത്തിൽ കയറ്റി. കടുവയ്ക്ക് ഏകദേശം 3 വയസ്സ് പ്രായമുണ്ട്. 200 കിലോയോളം തൂക്കമുള്ള കടുവയ്ക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്ന് റാന്നി DFO N രാജേഷ് പറഞ്ഞു. നിലവിൽ ഒരു ആരോഗ്യ പ്രശ്നമില്ല, ആരോഗ്യവാനാണ്. വെയിറ്റ് 150 മുതൽ 200 കിലോയുടെ അടുത്ത് വെയിറ്റ് കാണുന്നുണ്ട്. പ്രദേശത്ത് വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണ്. കടുവ കൂട്ടിലായെങ്കിലും ആശങ്ക പൂർണ്ണമായി ഒഴിഞ്ഞിട്ടില്ലെന്ന് പ്രദേശവാസികൾ പ്രതികരിച്ചു. സന്തോഷമൊന്നും ആയിട്ടില്ല, പേടി തന്നെയാ. എല്ലാവർക്കും പേടിയാ, നാട്ടുകാർക്ക് മൊത്തം പേടിയാ. പേടിച്ചാ ഓരോ ദിവസം നേരം തെന്നിട്ട് വരുന്നത്, എന്തൊക്കെയാ സംഭവിക്കുന്ന അറിയത്തില്ലല്ലോ. 2 ആഴ്ചക്കിടെ പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലയിൽ നിന്ന് പിടികൂടിയ 2ാമത്തെ കടുവയാണ് ചിറ്റാറിലേത്. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.